ദോഷം മാത്രമേ ഈ ലോകം തരൂ. ദോഷമായിട്ടൊന്നും പ്രിയൻ ചെയ്യുകയില്ല. എൻ്റെ യേശുവേ, എൻ്റെ പ്രാണനെ, നന്മ ചെയ്യുവാൻ എനിക്കും നീ കൃപ നൽകുകേ. സദൃശവാക്യങ്ങൾ 3:27. നന്മ ചെയ്യാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. അനേക നന്മ മരങ്ങൾ അഭൂതപൂർവമായ വളർച്ച പ്രാപിച്ച കാലഘട്ടമാണല്ലോ ഇത്. അവശത അനുഭവിക്കുന്നവരുടെ ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവച്ച് ഇടനിലക്കാരായി നിന്ന് സഹായം അഭ്യർത്ഥിക്കുന്ന ചിലർ. അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ബൈബിൾ മറ്റൊരു മനോഹര പാഠം കൂടി ഈ വാക്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ന്യായമായ ആവശ്യങ്ങളുള്ള ഒരു വ്യക്തി നമ്മുടെ മുന്നിലെത്തിയാൽ സഹായത്തിനുള്ള പ്രാപ്തി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് നിറവേറ്റണം. അഥവാ കൂട്ടുകാരൻ ആവശ്യവുമായി അരികിലെത്തുമ്പോൾ കയ്യിലുണ്ടായിട്ടും പോയിട്ട് നാളെ വാ, നമുക്ക് ശ്രമിക്കാം എന്ന് പറയരുതെന്ന് ചുരുക്കം. സഹോദര, ഞാൻ ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ എന്ന് പറയുന്നതും ഒരുതരം ഒഴിഞ്ഞു മാറൽ തന്നെ അല്ലേ? പ്രിയമുള്ളവരെ, ഈ വിഷയത്തിൽ നാം എങ്ങനെ പ്രാർത്ഥിക്കാം? പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ കൂട്ടുകാരുടെ പ്രതിസന്ധികളിൽ താങ്ങുവാനുള്ള പ്രാപ്തി അടിയങ്ങൾക്ക് നൽകണമേ. നന്മ ചെയ്യുവാനും യോഗ്യമായി ജീവിക്കുവാനും അടിയങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.